guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഇടാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ബാക്ക് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം സിബൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടീഷൻ, ഇത് നമ്മൾ ടിഫിൻ വെക്കും. ഇത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വെക്കില്ല. ഇത് ഒരു കല്ലിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് ഒരുമിച്ച് വെക്കുന്നത് കേട്ടോ. എന്തായാലും ബാഗ് ഭംഗിയായിട്ടുണ്ട് കേട്ടോ. യെസ്, ബാഗ് നല്ല അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ ഇന്ന് 4 ബോക്സാണ് ഉള്ളത്. 4 ബോക്സ് മീൻസ് ഇതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. ഇത് ജോമെട്രിക്കൽ ബോക്സ്. യെസ്, ഇത് 900 അല്ല, 900 അല്ല, 90 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്, നമ്മൾ മേടിച്ചത്. പിന്നെ നമ്മളിതായി ഫ്രോസൺ ഈ തീമിൽ എൽസയുടെ തീമിൽ വരുന്ന ഒരു ബോക്സ് മേടിച്ചത്. അതിന് 130 രൂപയാണ് കേട്ടോ. ഉള്ളിൽ കാണിച്ചു തരാം. വെരി സിമ്പിളായിട്ടുള്ള ബോക്സ്. യെസ്, പിന്നെ ഒരെണ്ണം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് നമ്മുടെ എമർജൻസി കിറ്റ് നമ്മൾ വയ്ക്കാനായിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. അത്യാവശ്യം വലുതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് 99 റുപ്പീസിനാണ് കിട്ടിയത്. നമ്മൾ ബിഗ് ബസാറിലല്ല പോയത്, അവിടെ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഇത് 99 റുപ്പീസാണ്. ഇങ്ങനത്തെ പൗച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഈ ലാവൻഡർ കളർ തന്നെ ഇതെടുത്തു. അങ്ങനെ അപ്പോൾ 4 ബോക്സ്, 2 പൗച്ചും 2 ബോക്സും. പിന്നെ ഇതാ നമ്മൾ പേനകൾ, ഇത്രയൊന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ പേന എത്ര രൂപയ്ക്കാണ്? 125 രൂപ ആണ് ശരിക്കത്തെ പ്രൈസ് ഇതിൻ്റെ. ബട്ട് 99 റുപ്പീസിന് നമുക്ക് കിട്ടി. ഞാൻ ഇന്നത്തെ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ, അത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ബാക്കിയിലിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഗ്ലൂവിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. ഈ ഗ്ലൂവിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് 99 റുപ്പീസേ ഉള്ളൂ. ഇതിൽ ഫെവി സ്റ്റിക്ക് 2 എണ്ണം വരുന്നുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. പിന്നെ ഒരു ഫെവിക്വിക്ക് വരുന്നുണ്ട്. സോറി ഇത് ഒരു ഗമ്മ് പോലത്തെ ഫെവിക്കോളില്ലേ, അത് വരുന്നുണ്ട്. പിന്നെ വേറെ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇത് ഇങ്ങനെ നമ്മൾ പെൻസില്, ഇവ നമ്മൾ സാധാ പെൻസിൽ ചെത്തിയിട്ട് നമ്മുടെ പൗച്ചിലിടുകയാണെങ്കിൽ പൗച്ചിനെ ഫുള്ള് കേട് വരുത്തും നമ്മൾ ഈ പെൻസില്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പെൻസിൽ മേടിച്ചിട്ടുണ്ട്. പെൻസിലാണോ? പേന പോലെ. ഇത് പെൻസിലാണ്, പെൻസിൽ. നെക്സ്റ്റ് നമ്മൾ ഇത്ര ബുക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത്രയും ബുക്ക് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എക്സ്ട്രാ ബുക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം തികയാണ്ട് വന്നപ്പോൾ നമ്മൾ മേടിച്ചതാണ് കേട്ടോ. ഇതാ 5 ബുക്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പെന്ന്, ഒരു അടിപൊളി പേനയാണ്, എനിക്കിഷ്ടമായപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ നമ്മളിതാ 2 റബ്ബറും ഒരു കട്ടറും. ഇതാ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ കവറുകൾ. ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ചിലപ്പോൾ ഞാൻ പേനയും സ്കെയിലും എനിക്ക് ആവശ്യം വരും, അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്കൊരു റബ്ബർ എടുത്ത് വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എൻ്റെ പെൻ കളക്ഷൻ നമുക്ക് നോക്കാം. ഇതിലാണ് എൻ്റെ പെൻ കളക്ഷൻ വന്നിട്ടുള്ളത്. പെൻസാണ്. ഇത്രമാത്രം പേനകളോ? ഇതിൻ്റെ ഉള്ളിലുള്ള പെൻസാണ് കേട്ടോ. ഇതൊക്കെ
ഇതിൻ്റെ ഉള്ളിലുള്ള പെൻസാണ് കേട്ടോ. ഞാൻ സ്ഥലം ഇല്ലാണ്ടായപ്പോഴാണ് ഇത് ഇതിൽ വെച്ചത്. പിന്നെ നമ്മൾ 3 ബ്ലാക്ക് പെന്ന്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 1 രൂപ തരും അതിൻ്റെ റീഫില്ലർ മേടിക്കാൻ വേണ്ടിയിട്ട് തീരുമ്പോൾ. അയ്യോ, ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഞങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പേനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത്ര പെന്നുണ്ട്. ഇത് പണ്ടത്തെ പേനയാണ് കേട്ടോ ഗൈസ്, റെനോൾഡിൻ്റെ ആണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഈ ലെക്സി പേനയാണ് ഉപയോഗിക്കുന്നത്. ലെക്സി പേനയുടെ റീഫില്ലർ മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ 1 രൂപ തരും. ഓക്കെ ഗൈസ്, ഇത്ര പേന ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇത്രേ ഉള്ളൂ, ഇതൊക്കെ കുറവാണ്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് മഷി പേനായിട്ട്. പിന്നെ മഷിയൊക്കെ ഉണ്ട്. എന്തായാലും ഫുള്ളായിട്ട് മേടിച്ചു തന്നിട്ടുണ്ട്. പഠിക്കേണ്ട കടമ നിങ്ങൾ ഈ പഠിക്കാണ്ട് 0 മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ശരിയാക്കി തരാം. പിന്നെ നമ്മൾ രണ്ട് പേന ഇതായത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേന. അത് ഫ്ലെയറിൻ്റെ ആട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പേനയാണ്. ഇതൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഈ പേന. ഇതും ഓക്കെ. അയ്യോ, ഇതെന്തിനാ അടിക്കണം? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇടിക്കട്ടെ ഇവിടെ. ഈ പേനയും കൊണ്ട് നോക്കിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിങ്ങിലോട്ട് പോകാം. നമ്മളിതിപ്പോൾ മേടിച്ച സാധനങ്ങളെല്ലാം കാട്ടി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാക്കിങ്ങിലോട്ട് പോവാം. ഞാൻ ഫസ്റ്റ് കൊണ്ടുപോകുന്ന പൗച്ച് ഇതാണ്. ഈ പൗച്ചാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. ഇതിൽ അധികം പൊടി വരുന്ന കാണും, ബട്ട് നമുക്ക് തുടയ്ക്കാനായിട്ട് ഈസിയാണ്. മഷിയൊക്കെ പറ്റിയ പൂവൊന്നുമില്ല. ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പൗച്ചൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തൊക്കെയാണ് പാക്ക് ചെയ്യണത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പെൻസിൽ എടുക്കുന്നുണ്ട്. ഈ ഒരു പെൻസിലാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു റബ്ബർ. ഇത് വലുതല്ലേ, കുറച്ച് വലുതെടുക്കണം. കമ്മോണ് കുറച്ച് വലുത്. ഈ പൗച്ചിലാണ് കേട്ടോ നമ്മുടെ കട്ടറും റബ്ബറൊക്കെ എൻ്റെ കളക്ഷൻ. ഈ ഒരു ഇതൊരു കട്ടറാണ്. ഇതൊരു സ്കെയിലാണ്. അപ്പോൾ 2 മാക്സി റബ്ബർ നമ്മളുള്ള ഒരെണ്ണം വലുതാണ്, ചെറുതാണ്. പിന്നെ ഇതാ ഈ 2 കട്ടറുണ്ട്. ഈ ഒരു സ്കെയിൽ ഞാൻ എക്സാമിന് മാത്രം എടുക്കാറുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പെൻസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യില്ല, ഇതുമില്ല, ഇതുമില്ല. കുറച്ച് വലിയ എടുക്കുന്നുണ്ട്. നമുക്കിടാം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളതാ ഈ ഒരു കട്ടർ കൊടുക്കുന്നുണ്ട്. ഡോംസിൻ്റെ ആണ്. ഈ ഒരു ഇറേസറും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ പെൻസ് നമുക്ക് 3 എണ്ണം കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പെൻസ് നമ്മൾ നോക്കാം. ഞാൻ ഒരെണ്ണം ഇത് കൊണ്ടുപോകും, ഈ ഒരു കളർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ ഒരു പെന്ന് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഇതും കൊണ്ടുപോകുന്നുണ്ട്. ഈ 3 വെറൈറ്റി പെൻസാണ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. 2 എണ്ണം ഫ്ലയറിൻ്റെ ആണ് കേട്ടോ. യെസ്, 2 എണ്ണം ഫ്ലയറിൻ്റെ, ഒരെണ്ണം എൽക്കോസിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഈ 3 പെന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഹൈലൈറ്ററും വൈറ്റ്നറും. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഇത് കൊണ്ടുപോകാം. ഈ 2 എണ്ണം കൊണ്ടുപോകാം. ഈ 2 എണ്ണം ഒന്നും വരില്ലേ, ഇത് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഈ വൈറ്റ്നർ എടുക്കാം. ക്യാമലീൻ്റെ ആണ്. ഓക്കെ, ഇതാ. പിന്നെന്താ, നമ്മൾ സ്കെയില് വെച്ചിട്ടില്ല. സ്കെയില് വെക്കുന്നുണ്ട്, പൊടിച്ചിട്ട് വയ്ക്കാം. സ്കെയില് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ ഈ പൗച്ചിലുള്ള സാധനം. കട്ടർ വേണ്ടേ? കട്ടർ വെച്ച് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ പൗച്ചിലുള്ള സാധനങ്ങൾ. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് എമർജൻസി കിട്ടില്ല.
ഓക്കെ, നമ്മളിതിൽ അധികം സാധനങ്ങളൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പാൻ മിസ്സിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പാൻ വേണം. അപ്പോൾ ഈ ഒരു പാൻ എടുക്കുക. പിന്നെ നമുക്ക് നമ്മൾ മെഡിസിൻസ് നമ്മൾ എടുത്ത് വെക്കാം. ഇത്ര മെഡിസിൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. 2 പാരസെറ്റമോളാണ്, 4 ഇച്ചിരി സാധനങ്ങൾ നമ്മൾ വെക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പാരസെറ്റമോൾ വെക്കുന്നുണ്ട്, ഈ ഒരു ടാബ്ലറ്റ് വെക്കുന്നുണ്ട്, ഇത് നമ്മൾ വെക്കുന്നുണ്ട്. ഇത് കോൾഡിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ടൈം ടേബിള് ഇപ്പോൾ ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്, നമുക്കിത് ഇതിൻ്റെ കൂടെ വെക്കാം. പിന്നെ നമുക്ക് അപ്പോൾ അതാ നമ്മൾ ഒരു സാനിറ്ററി പാഡ് വെക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ അല്ല, ഞാൻ ഇതിനെ കയറ്റിച്ചതാണ്. ഇത് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പം നമ്മുടെ വണ്ണോ വല്ലതും കാണാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഒരെണ്ണം വെക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എമർജൻസി കിറ്റിൽ. ഇനി കുറച്ച് സാധനങ്ങൾ ഇതിൽ വരാനുണ്ട്, അതൊക്കെ മേടിക്കണം നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളൂ. നമുക്ക് ബാൻഡേഡ് ഒന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് നമുക്ക് ബാൻഡേഡ്, കോട്ടൺ, സ്പിരിറ്റ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളും കൂടെ പഞ്ഞി, അങ്ങനെ സാധനങ്ങളൊക്കെ പഞ്ഞിയൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് വെക്കുന്നില്ല. ബാൻഡേഡ്, ടിഷ്യൂസ്, സാനിറ്റൈസർ അതൊന്നും ഇല്ല, അപ്പോൾ അതൊക്കെ മേടിക്കണം. എന്നിട്ട് നമുക്കിതിൽ വെക്കാം. അപ്പം ഇതാണ് ഈ 2 പൗച്ചിൽ വരുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഇതിൽ വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഇത് നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാഗ് നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് നമ്മൾ കാണാം. എൻ്റെ ലഞ്ച് ബോക്സ് ഇത് കുഞ്ഞ് ലഞ്ച് ബോക്സ് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 ഉള്ളൂ. ചെറുതാണ്. ഞാൻ ഇച്ചിരി ചോറ് കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുക്കുള്ളൂ. പിന്നെ ഉണ്ടല്ലോ കാഴ്ച, എനിക്കൊരു സംശയമുണ്ട്. ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് പാത്രം ഉണ്ടോ കറി വെക്കാൻ? അങ്ങനെ കുറച്ച് തുറക്കാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. അപ്പം ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ സാധനം പറഞ്ഞു തന്നോ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഫസ്റ്റ് നമുക്ക് ഹാഫേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു റഫ് നോട്ട് എടുക്കുന്നു. റഫ് നമ്മൾ പൊതിഞ്ഞിട്ടില്ല, റഫ് പൊതിയേണ്ട ആവശ്യമില്ല. നമ്മൾ റഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പാക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നോട്ട് പാഡ് നമുക്ക് എടുക്കണം. അപ്പോൾ ഒരു നോട്ട് പാഡ് നമുക്ക് എടുക്കാം. ഒരു നോട്ട് പാഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു നോട്ട് പാഡ് ടീച്ചേഴ്സ് എല്ലാം പറയാനും നമുക്ക് എഴുതാനായിട്ട്. പിന്നെ നമ്മുടെ പൗച്ച് വെക്കുന്നുണ്ട്. നമ്മുടെ പൗച്ച് ഇതിൽ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോമെട്രിക്കൽ ബോക്സ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇത് ഭാഗം ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് വയ്ക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ബാഗിന് വരുന്നത്. ഈ ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ ടീച്ചർ ടൈം ടേബിൾ തരുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ ബാഗ് പാക്കിംഗ്. അപ്പോൾ ഇനിയൊന്നും മിസ് ആയിട്ടില്ല. അപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ബാഗ് പാക്കിങ്.
അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ലഞ്ച് ബോക്സ് നമുക്ക് വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ശിവാനി. വീണ്ടും നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് വരും. ബൈ.